നമ്മളൊരു പുതിയ മോഡൽ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഒരു റിപ്പയറിങ് അതിൻ്റെ വർക്കിങ്ങും പറഞ്ഞു തരാനാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലൈൻ കുത്തുമ്പോൾ തന്നെ ട്രിപ്പായി പോകുന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. ഏറ്റവും പുതിയ മോഡൽ ഫ്രിഡ്ജാണ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ് എൻ്റെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇത് ലൈൻ കുത്തുമ്പോൾ തന്നെ ഇത് ഓഫായി വീട്ടിൽ ഫ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അടിച്ച് കഴിയുമ്പോൾ തെർമോസ്റ്റാറ്റ് ഷോർട്ടിങ് ആയിരുന്നു. തെർമോസ്റ്റാറ്റ് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് ഇതാണ് തെർമോസ്റ്റാറ്റ് ഒന്ന് ഓൺ ചെയ്ത് ഇട്ടേക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കംപ്രസർ എന്ന് പറയുമ്പം ഇൻവെർട്ടർ BLDC കംപ്രസർ ആയതുകൊണ്ട് തന്നെ ഇത് ഓൺ ചെയ്താൽ ഉടനെ സ്റ്റാർട്ട് ആകത്തില്ല. പലരും വിചാരിക്കും അതിൻ്റെ കംപ്രസർ അല്ലെങ്കിൽ ബോർഡ് പോയതായിരിക്കും. അപ്പം നമ്മൾ ഈ ബോർഡ് ഇത് കണ്ടിത് LG കമ്പനിക്ക് വരുന്ന ഗോദ്രേജുമായിട്ട് വരുന്ന ടൈപ്പ് ഒരു ബോർഡാണ് ഇതിന് വരുന്നത്. ഏറ്റവും പുതിയ മോഡലാണ്. ഇതിപ്പം ഓൺ ചെയ്തതിന് 10-20 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് സ്റ്റാർട്ടായി വരണം. അപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല, സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ സ്ലോയിലാണ് വരുന്നത്. നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ പോലും അറിയത്തില്ല. സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മളത് കംപ്രസർ പ്രസ് ചെയ്തെങ്കിൽ അതിൻ്റെ ആ മൂവ്മെൻറ്റ് അറിയാൻ പറ്റും. വളരെ ചെറിയ സൗണ്ടാണ്, പതുക്കെയാണ് സ്റ്റാർട്ടായി വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇത് വെയിറ്റ് ചെയ്യണം, ക്ഷമയോടെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ വർക്കാകുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് സമയം നമ്മളൊരു 10-20 മിനിറ്റെങ്കിലും എടുക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് ആയി വരാൻ. ഇപ്പോൾ ഈ ബോർഡിനാണ് ഏറ്റവും കൂടുതൽ ഡിലേ ടൈം വരുന്നത് സ്റ്റാർട്ടായി വരാൻ. മറ്റ് പല ബോർഡുകൾക്കും അത്രയും താമസം വരുന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പം ഇത് ചെറുതായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടായപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ മൂവ്മെൻറ്റ്. സ്റ്റാർട്ടായത് കൂളിങ്ങിലേക്ക് RPM കൂടി വരണം. അത് ഇതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. നമ്മളിനി PCBയുടെ സ്ക്രൂവും കൂടെ നമുക്കൊന്ന് മുറുക്കുക, ഓഫ് ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. ഹൈ വോൾട്ട് AC വോൾട്ടേജ് 3 ഫേസ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ടച്ച് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. PCBയുടെ സ്ക്രൂ ഇപ്പം മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജ്. ഏകദേശം കൂളിങ്ങിലോട്ട് പൈപ്പൊക്കെ ചൂടായി വരുന്നുണ്ട്, കൂളിങ്ങിലോട്ട് വരുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡ്രൈൻ കൂടെ നമ്മളെടുത്ത് വെച്ചു. അപ്പോൾ ഫ്രിഡ്ജ് കൂളിങ് കണ്ടൻസറൊക്കെ ചൂടായി വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.